വട്ടയപ്പം ഉണ്ടാക്കാം. ദോശമാവ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ദോശമാവിന് വേണ്ടി മിക്സിയുടെ ജാറിൽ അടിച്ചപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് എടുത്ത മാവിനെ കൊണ്ടാണ് അടിക്കുന്നത്. ദോശമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്ന് 5-6 മണിക്കൂർ കഴുകി കുതിർത്തതിന് ശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് 1/2 കപ്പ് ചോറും ചേർത്ത് അടിച്ചെടുത്തതാണിത്. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ തന്നെ വട്ടയപ്പത്തിന് വേണ്ട മാവെടുക്കാം. ഇനി വട്ടയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കുന്നതിന് വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്കിടാം. പിന്നീട് 1/2 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് നമ്മുടെ മധുരത്തിനായി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് വെള്ളത്തിനും പകരം ഞാൻ ആ മാവാണ് കുറച്ച് ഒഴിച്ചിട്ടുള്ളത്. ഈ വെള്ളം വേണ്ടവർക്ക് വെള്ളം എടുക്കുക. ഞാൻ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഒരു 3-4 ഏലക്കേൻ്റെ തൊലി കളഞ്ഞ് കുരു ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്ത മാവാണിത്. ഈ മാവ് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മാവിട്ട് അടിച്ചത് കൊണ്ട് കുറച്ച് കട്ടിയുണ്ട്. നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവിലേക്ക് അത് മിക്സിയുടെ ജാറിൽ അടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വയ്ക്കാം. ഞാനിത് രാത്രിയാണ് അടിച്ചു വെക്കുന്നത്. ഇനി നാളെ രാവിലെ നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം റെഡിയാക്കാം. അത് ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് ചുട്ടെടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചു സ്റ്റൗവിൻ്റെ മുകളിൽ. ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വട്ടയപ്പത്തിൻ്റെ മേദ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരി വറുത്തെടുക്കുന്നുണ്ട്. നമുക്കത് കോരിയെടുക്കാം. വട്ടയപ്പം ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ നന്നായി എണ്ണ തടവിയതിന് ശേഷം നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ വറുത്തെടുത്ത ആ മുന്തിരി ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്, നിർബന്ധമില്ല. ഇപ്പം നമ്മുടെ ഇഡ്ഡലി ചെമ്പിലെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ഇഡ്ഡലി ചെമ്പിലോട്ട് ആവിയിൽ വേവുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കാം. ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ട് ഞാൻ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേതെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ മാവ് വെച്ചതിന് ശേഷം ഞാൻ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പാത്രം മൂടി വെച്ച് നമുക്ക് ഒരു 10-12 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. 10-12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നപ്പം ഇനി നമുക്കത് തണയുന്നതിന് വേണ്ടി കുറച്ച് നേരം വയ്ക്കാം. തണഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എണ്ണ പുരട്ടിയത് കൊണ്ട് വേഗം കൊണ്ട് എടുക്കാൻ കിട്ടി. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി.